100 days of weight gain transformation day 29. രാവിലെ എൻ്റെ ജിമ്മിലായിട്ട് പോണേക്കാൾ മുമ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. ജിമ്മിലായിട്ട് എത്തി ആദ്യം വാം ചെയ്യാൻ പോവാണ്. നാളെ ചലഞ്ച് ഏറ്റെടുത്തിട്ട് 30 ദിവസം തികയാണ്. ഈ ചലഞ്ച് 10 ദിവസം തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചവർ ഇപ്പോൾ 30 ദിവസം ആയപ്പോഴത്തേക്കും ചോദ്യങ്ങളൊക്കെ നിന്നു തുടങ്ങി. പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് തമാശയ്ക്കല്ല എന്ന്. നമ്മുടെയൊക്കെ ചെറിയ ലൈഫിൽ ഡെയിലി ഒരുപോലെ പോകാണ്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ഏറ്റെടുത്ത് ലൈഫിൽ ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കാനായിട്ട് ഞാനിപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്. ചലഞ്ചുകൾ ലൈഫിനെ ചേഞ്ച് ആക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വാമപ്പിന് ശേഷം ഇന്നത്തെ വർക്കൗട്ടിലേക്ക് കിടക്കുവാണ്. ഇന്ന് ജസ്റ്റാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർക്കൗട്ടിലേക്ക് പോവാം. വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ജിമ്മിൽ നിന്ന് ഇറങ്ങി. രാവിലെ ജിമ്മിൽ നിന്ന് വന്നിട്ട് പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. ഉച്ചയ്ക്ക് മാങ്ങയും തക്കാളിയും. വൈകിട്ട് ഷാർജ ഷേക്ക് കുടിച്ചു. ഇന്ന് വൈകിട്ട് ഓഫീസിൽ ഇഫ്താർ വിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഓഫീസിലുള്ള എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. നെയ്ച്ചോറും ചിക്കനും ബീഫും ഈത്തപ്പഴവും അവരുടേതായ പാനീയങ്ങളും ഉണ്ടായിരുന്നു. രാത്രിയിൽ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. ചേഴ്സ്. രാവിലെയും രാത്രിയിലും ഓരോ സ്പൂൺ പീനട്ട് ബട്ടർ കഴിച്ചു. എനിക്കെല്ലാവരും പറയാനുള്ളത് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചുകളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുക, ചലഞ്ചുകൾ ഏറ്റെടുക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, നെഗറ്റീവുകളിൽ തളരാണ്ട് അത് പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക, നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുക, ലൈഫ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഡേ 29 കംപ്ലീറ്റഡ്. ഇനി ഡേ 30.